ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സ് കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, സൗണ്ട് പ്ലാനിങ്. കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ്സ് സൗണ്ട് പ്ലാനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. കോർഡിനേഷൻ ഓർഗനൈസേഷനിൽ സൗണ്ട് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. പ്ലാൻ, പോളിസീസ് ആൻഡ് കോംപ്രഹെൻസീവ് പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസിനെ പ്രിഫർ ചെയ്തിട്ടാണ്. Standard procedures and rules create uniformity in repetitive operations. This coordination is regarded as an essential element for sound planning. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ സൗണ്ട് പ്ലാനിങ്ങിൻ്റെ ഒരു എസെൻഷ്യൽ എലമെൻ്റായി റിഗാർഡ് ചെയ്യുന്നു. അടുത്ത പോയിൻ്റാണ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. The first means or techniques of coordination are well defined goals. The goals of the organization should be clear and well defined. ഒരു ഓർഗനൈസേഷനിലെ ഗോൾസ് clear and well defined ആയിരിക്കണം. Each individual in the organization should understand the overall objective of the organization. ആ ഓർഗനൈസേഷനിലെ ഓരോ ഇൻഡിവിജ്വൽസിനും ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവണം. If the goals are not well defined, the coordination may not effective. ഗോൾസ് വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ കോർഡിനേഷൻ ഇഫക്റ്റീവ് ആവില്ല. അടുത്ത പോയിന്റാണ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കോർഡിനേഷൻ ഈസ് ദ സോൾ ഓഫ് മാനേജ്മെന്റ്. കോർഡിനേഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് എ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ലാതെ കോർഡിനേഷൻ പോസിബിൾ അല്ല. The authority and responsibility for each and every position and employees should be clearly defined. Authority, responsibility for each and every position, employees ഇതൊക്കെ ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും. അടുത്ത പോയിന്റാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് എമംഗ് പേഴ്സൺസ്. കോർഡിനേഷൻ പേഴ്സൺസ് തമ്മിലുള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. Without effective communication, proper coordination may not be successful. Effective communication ഇല്ലാതെ പ്രോപ്പർ കോർഡിനേഷൻ നടക്കില്ല. The ideas, opinions should be interchanged freely. It is only through effective communication that even individual understand his or her limitations, positions and responsibility in the organization. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒരു ഇൻഡിവിജ്വലിന് ഓർഗനൈസേഷനിലുള്ള ലിമിറ്റേഷൻസ്, പൊസിഷൻസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ മനസ്സിലാവുന്നത്. അടുത്ത പോയിന്റാണ് പ്രോപ്പർ ലീഡർഷിപ്പ്. പ്രോപ്പർ ലീഡർഷിപ്പ് ലീഡ്സ് ദ സബോർഡിനേറ്റ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് കാപ്പബിളി. സബോർഡിനേറ്റ്സിനെ എഫിഷ്യൻറ്റ് ആൻഡ് കാപ്പബിൾ ആക്കാൻ പ്രോപ്പർ ലീഡർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്. എ ഗുഡ് മാനേജർ ലീഡർ യൂസസ് ദ മോട്ടിവേഷണൽ ടൂൾസ് ടു കോർഡിനേറ്റ് ദ എംപ്ലോയീസ് വിത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു നല്ല ലീഡർ എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മോട്ടിവേഷണൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യും. ഇൻ ഷോർട്ട്, കോർഡിനേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ പ്രോപ്പർ ലീഡർഷിപ്പ്. ഒരു പ്രോപ്പർ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ കോർഡിനേഷൻ പോസിബിൾ ആവും. അടുത്ത പോയിന്റാണ് പ്രോപ്പർ സൂപ്പർവിഷൻ. സൂപ്പർവൈസേഴ്സ് കോർഡിനേറ്റ് ദ സബോർഡിനേറ്റ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. സൂപ്പർവൈസേഴ്സ് ആണ് സബോർഡിനേറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കനോട്ട് കോർഡിനേറ്റ് ഓൾ എംപ്ലോയീസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ എല്ലാ എംപ്ലോയീസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇൻ ഷോർട്ട്, പ്രോപ്പർ സൂപ്പർവിഷൻ ഹെൽപ്സ് എഫക്റ്റീവ് കോർഡിനേഷൻ. പ്രോപ്പർ സൂപ്പർവിഷൻ എഫക്റ്റീവ് കോർഡിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പോയിന്റാണ് ബെറ്റർ പ്ലാൻസ് ആൻഡ് പോളിസീസ്. കോർഡിനേഷൻ ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു പ്ലാൻസ് ആൻഡ് പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. വെൻ ദ പ്ലാൻസ് ആൻഡ് പോളിസീസ് ആർ നോട്ട് ബെറ്റർ, കോർഡിനേഷൻ ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ ദ ഓർഗനൈസേഷൻ. കോർഡിനേഷൻ ഉള്ളത് ഓർഗനൈസേഷനിലെ പ്ലാൻസ് ആൻഡ് പോളിസീസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അത് ബെറ്റർ അല്ലെങ്കിൽ കോർഡിനേഷൻ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അടുത്ത പോയിന്റാണ് കോപ്പറേഷൻ. Without cooperation, coordination may not succeed because coordination is related to employees and their activities. കോപ്പറേഷൻ ഇല്ലാതെ കോർഡിനേഷൻ സക്സീഡ് ആവില്ല. കാരണം എംപ്ലോയീസും അവരുടെ ആക്ടിവിറ്റീസും കോർഡിനേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. When they are not cooperative, coordination may not be made easy. അവർ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കോർഡിനേഷൻ അത്ര ഈസി ആയിരിക്കില്ല. സോ കോപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഓർഗനൈസേഷൻ. അതുകൊണ്ട് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ എസെൻഷ്യൽ ആണ്. അടുത്ത ടോപ്പിക് സ്റ്റാഫ് മീറ്റിംഗ്സ് ഓർ കോൺഫറൻസസ്. ദ മീറ്റിംഗ് ആൻഡ് കോൺഫറൻസ് പ്രൊവൈഡ് ടു ദി സ്റ്റാഫ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ഡിസ്കഷൻ ആൻഡ് സൊല്യൂഷൻ ഓഫ് വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ എല്ലാ സ്റ്റാഫ്സും കൂടെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു.
Staff meetings and conferences may be highly effective in the promotion of coordination. Staff meetings, conferences ഒക്കെ promotion of coordination highly effective ആവുന്നുണ്ട്. It helps to learn new things. It provides the subordinates an opportunity to bring up the problems. സബോർഡിനേറ്റ്സിനൊക്കെ അവരുടെ പ്രോബ്ലംസ് ബ്രിങ് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അടുത്ത പോയിന്റാണ് ഗ്രൂപ്പ് ഡിസിഷൻ. The group decision is a decision in which all members of the organization are participated to make decisions. ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഡിസിഷനെയാണ് ഗ്രൂപ്പ് ഡിസിഷൻ എന്ന് പറയുക. The ideas and feelings are mixed into the decision and coordination may succeed. കുറേ പേരുടെ ഐഡിയാസും ഫീലിങ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോർഡിനേഷൻ may succeed. അടുത്ത പോയിന്റാണ് ഫോർമേഷൻ ഓഫ് കമ്മിറ്റീസ്. A committee is a group of persons entrusted with functions collectively as a group. Group of persons entrusted with functions collectively as a group നെയാണ് നമ്മളൊരു കമ്മിറ്റി എന്ന് പറയുക. The decisions of committee are easy to be implemented as all who are represented are bound to follow committee decisions. Committee decisions എല്ലാവരും ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ കമ്മിറ്റീസ് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. It promotes coordination through better and free interchange of ideas, feelings and opinions. Better and free interchange of ideas, feelings and opinions ഒക്കെ കോർഡിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. All who are represented in the committee are bound to follow the committee decisions. ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരും തന്നെ കമ്മിറ്റി ഡിസിഷൻസ് ഫോളോ ചെയ്യണം. ലാസ്റ്റ് പോയിന്റാണ് ഇൻസെൻറ്റീവ്സ്. Incentives refers to something that encourage someone to do something. ഒരാളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന എന്തെങ്കിലുമാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുക. In the coordination, incentives may be used to rebate the interest and reduce conflicts. കോൺഫ്ലിക്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇൻട്രസ്റ്റ് കുറയ്ക്കാനുമാണ് കോർഡിനേഷനിൽ നമ്മൾ ഇൻസെൻറ്റീവ്സ് യൂസ് ചെയ്യുക. ഫോർ ഇൻസ്റ്റൻസ്, പ്രോഫിറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ടീം സ്പിരിറ്റ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. എംപ്ലോയീസും വർക്കേഴ്സും തമ്മിലുള്ള കോപ്പറേഷനും ടീം സ്പിരിറ്റും ഒക്കെ പ്രോഫിറ്റ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ. കോപ്പറേഷൻ ഈസ് അനദർ ടേം ആൻഡ് ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ് കമ്പയർഡ് വിത്ത് കോർഡിനേഷൻ. കോർഡിനേഷൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോപ്പറേഷന് വേറൊരു മീനിങ് തന്നെയുണ്ട്. Cooperation refers to the collective efforts of the people who associate voluntarily to achieve specified objectives. Specified objectives achieve ചെയ്യാൻ വേണ്ടി collective efforts of people who voluntarily take action refers cooperation. ഇനി അടുത്തത് differences between coordination and cooperation. Well, first point, coordination is a deliberate and conscious effort to bring together the activities of various individuals to achieve objectives. Cooperation refers to the collective efforts of people who associate voluntarily to achieve specified objectives. Objective achieve ചെയ്യാൻ deliberate and conscious effort to bring together the activities of various individuals is called coordination. Specified objective achieve ചെയ്യാൻ വേണ്ടി collection of efforts of people who voluntarily take action refers cooperation. അടുത്ത പോയിന്റ്, കോപ്പറേഷൻ ഈസ് എ വോളണ്ടറി അസോസിയേഷൻ, കോർഡിനേഷൻ ഈസ് ദ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അസോസിയേഷൻ. കോപ്പറേഷൻ ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്, കോർഡിനേഷൻ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അസോസിയേഷൻ ആണ്. അടുത്ത പോയിന്റ്, കോപ്പറേഷൻ ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻസ് വൈൽ കോർഡിനേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ്. കോപ്പറേഷൻ ഇൻഫോർമൽ റിലേഷൻസ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, പക്ഷെ കോർഡിനേഷൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻസിൽ അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, കോപ്പറേഷൻ ഈസ് എ നെസസറി ബട്ട് നോട്ട് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഓഫ് കോർഡിനേഷൻ. ലാസ്റ്റ് പോയിന്റ്, കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ബട്ട് ബൈ ഇറ്റ്സെൽഫ് cannot guarantee cooperation. Okay, thank you.